ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും 2 നേരവും രാവിലെ വൈകുന്നേരം തുറന്ന് പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത്. ആരാണ് ഈ ഭക്തർ എന്നുള്ള പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളൂ. ഒരു ആള് മരിച്ചുപോയി, അയാളെ ശവത്തെ പോയിട്ട് പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ അയാളെ ദൈവമായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണോ എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോ തൊട്ടപ്പുറത്ത് അവർക്കൊരു അമ്പലമുണ്ട്, ആ അമ്പലമാണോ തുറന്നു കൊടുക്കുന്നത്, ഇനി അതല്ല ഈ ഒരു ശവകുടീരമാണോ തുറന്നു കൊടുക്കുന്നത് എന്നുള്ളൊരു വലിയ കൺഫ്യൂഷനാണ്. ഗോപൻ സ്വാമി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളായിരുന്നു. ഏകദേശം 6 മാസം മുമ്പാണ് ഈ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത്. ഈ മനുഷ്യൻ മരിച്ചുപോയ അന്ന് തന്നെ എല്ലാവരും വളരെയധികം ക്യൂരിയോസിറ്റി കൂടിയിട്ട് ഈ വാർത്തയെ നോക്കാൻ കാരണം 2-3 പേർ ചേർന്ന് ഒരു മനുഷ്യനെ ഇരിക്കുന്ന രീതിയിൽ കുഴിച്ചു മൂടുന്നു, അയാൾ സമാധിയായെന്നും അയാൾ മരിച്ചിട്ടില്ല എന്നുള്ള വാർത്ത വരുന്നു. മക്കൾ തന്നെയാ പറഞ്ഞത്, അച്ഛൻ മരിച്ചതല്ല, അച്ഛൻ സമാധിയായതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മലയാളത്തിലുള്ള ആളുകളുടെ സംശയം, ഇങ്ങനെ സമാധിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരിച്ചത് തന്നെ അല്ലേ എന്ന് സംശയം ചോദിക്കുമ്പോൾ മക്കൾ പറയേണ്ടത് ഇല്ലെന്നേ, അച്ഛൻ മരിച്ചിട്ടില്ലെന്നേ, അച്ഛൻ സമാധിയായതാണെന്നേ. ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി, മലയാളികൾക്ക് മുഴുവൻ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്തായാലും ഈ കൺഫ്യൂഷന്റെ ഭാഗമായിട്ടാണ് അവസാനം ആ ഒരു ശവക്കല്ലറ പൊളിക്കേണ്ട അവസ്ഥ വന്നത്. അച്ഛൻ സമാധിയായിരിക്കുന്നു, ഇനി ശല്യം ചെയ്യരുത്, അദ്ദേഹം ദൈവമാണ്, അദ്ദേഹം ദൈവത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞ്, അദ്ദേഹം പക്ക ദൈവമാണ്, മനുഷ്യനേ അല്ല, അയാളുടെ മരം അയാളെ തന്നെ നിശ്ചയിച്ചിട്ട് അയാൾ അങ്ങനെ മരിച്ചു പോയതാണ് എന്ന രീതിയിലൊക്കെ അന്ന് വാർത്തകൾ വന്നിരുന്നു. പല ആൾക്കാരും അത് വിശ്വസിക്കാതെ നിന്നു. പല ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും, മലയാളികൾ ആരും അത് വിശ്വസിച്ചില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അവസാനം ആ ശവക്കലറ പൊളിക്കേണ്ടി വന്നു, മക്കളൊക്കെ പിടിച്ചു മാറ്റേണ്ടി വന്നു. ശവക്കലറ പൊളിച്ചു, അദ്ദേഹത്തെ പുറത്തെടുത്ത് പരിശോധിച്ചു. ഈ പരിശോധിച്ചു എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, ആന്തരിക അവയവങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു എന്നൊരു വാർത്ത ഇപ്പോഴും നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. സംഭവം അതാണ്. എന്താണ് ശരിക്ക് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? സത്യത്തിൽ 2 കൺഫ്യൂഷനാണ് നാട്ടുകാർക്കുള്ളത്. ഇയാൾ സാധാരണ പോലെ മരിച്ചതിന് ശേഷം മക്കൾ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയതാണോ, അല്ലെങ്കിൽ ഇയാൾ അവിടെ പോയി ഇരുന്നപ്പോൾ അച്ഛൻ മരിച്ചു എന്നുള്ള വിചാരത്തില് ഇവരെ സങ്കല്പത്തിൽ സമാധി എന്ന സങ്കല്പത്തില് മൊത്തം കുഴിച്ചു മൂടി കൊണ്ടുപോയി കളഞ്ഞതാണോ എന്നതാണ് നാട്ടുകാരുടെ സംശയം. അങ്ങനെ രണ്ടാമതാണ് സംഭവിച്ചതെങ്കിൽ അച്ഛൻ കൊല്ലപ്പെട്ടതാണ്. ഈ മക്കള് തന്നെയാണ് അറിവില്ലാതെ അയാളെ കൊന്നു കളഞ്ഞത്. ഞാൻ ഈ മക്കളെ അറിവില്ലാത്തവർ എന്ന് തന്നെയാണ് പറയുന്നത്, വിവരമില്ലാത്തവർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഇങ്ങനെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇവർക്ക് സാമാന്യമായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ക്രമങ്ങൾ എന്നതിനെ പറ്റി ഒരു വിവരമില്ല. നോക്കൂ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഗംഭീരനായിട്ട് സന്യാസി മരിച്ച സ്വാമി വിവേകാനന്ദന. സ്വാമി വിവേകാനന്ദൻ പോലും മരിച്ചിട്ട് മദ്രാസിൽ നിന്നെങ്ങാണ്ട് ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ച് മരണം കൺഫേം ചെയ്തിരുന്നു, ഉറപ്പ് വരുത്തിയിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത്, ഇവർ പറയുന്നത് എൻ്റെ അച്ഛൻ സമാധിയായതാണ്, ഞങ്ങൾ അച്ഛൻ സമാധിയായതാണ്, അച്ഛൻ സമാധി ആയതുകൊണ്ട് ആരും പിന്നെ അതിനെ തൊടാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ പാടില്ല എന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഇരുന്ന് ഈ പിള്ളേർ പറഞ്ഞിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് സാമാന്യ ബോധമില്ല എന്ന് പറയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം കൺഫേം ചെയ്യുമ്പോൾ ഒരു സാക്ഷി വേണം. ഒന്നെങ്കിൽ അത് നാട്ടിലെ ഒരു അയൽവാസികളോ മറ്റോ ആവാം, അല്ലെങ്കിൽ മെമ്പർമാരോ മറ്റോ ആവാം. അങ്ങനെ ആരെങ്കിലും ഒരാൾ സാക്ഷി വേണം എന്നുള്ള ധാരണ പോലും ഇവർക്കില്ല. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പാവം മക്കള് പഞ്ചായത്തിൽ എങ്ങാണ്ടൊക്കെ, മുനിസിപ്പാലിറ്റി എങ്ങാണ്ടൊക്കെ പോയിട്ട് മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ തയ്യാറില്ല. കാരണം ഇവരെന്നെ പറയുന്നത് മരിച്ചിട്ടില്ല എന്നാണ്, സമാധി എന്നാണ്. കേസിൽ ഒരു വിവരം കിട്ടാതെ ഈ പറമ്പിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും അച്ഛന്റെ പേരിലാണ് പറമ്പ്. അച്ഛന്റെ പേരിൽ ഈ മക്കൾക്ക് ഇയാൾ ദൈവം എന്തൊക്കെയായിരിക്കും, പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് ഇയാൾക്ക് ദൈവം കുന്തമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇയാൾ സാധാരണ മനുഷ്യനാണ്, അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഭാവിയിൽ ആ ഭൂമി ഒരു ക്രയവിക്രയങ്ങൾക്ക് സാധിക്കുള്ളൂ. വിൽക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പണയം വെക്കാനോ മറ്റോ സാധിക്കും എന്നുള്ള കാര്യം അതുപോലെ ഈ മക്കൾക്ക് അറിയുമായിരുന്നില്ല. അവസാനം ഇതിന്റെ കാര്യവുമായിട്ട് മരണ സർട്ടിഫിക്കറ്റുമായി ചെന്ന സമയത്താണ് ഭൂമി ഒന്ന് വിൽക്കേണ്ട ഗതികേടിൽ വന്നു. നോക്കൂ, വലിയ ചെലവാണ് വന്നത്. ഒരു മഹാസമാധി നടത്തി, അത് കുറെ ഹിന്ദു മഹാസഭകളൊക്കെ വന്നിട്ട് വമ്പൻ സമാധി നടത്തിയത്. ഈ സമാധിയുടെ ചെലവൊക്കെ ആരെടുത്തു? സ്വാഭാവികമായിട്ടും ഭീമമായൊരു തുക ഈ മക്കൾക്കിടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഈ മക്കളെ ഒരു ഭീമമായ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിപ്പോ പട്ടിണി പരുവത്തിലെ സുഖങ്ങളെ മഹാകഷ്ടമാണ് അവരെ ജീവിതം എന്ന് പറയുന്നത്. അവർക്ക് കുറച്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 പശുക്കൾ ഇവർക്ക് വിൽക്കേണ്ടി വന്നു. അവസാനം ഒരു ഒറ്റ പശുവിന്റെ പാല് കറന്നെടുത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടും അതുകൊണ്ടൊക്കെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നതും അവിടെ പൂജാതി കർമ്മം നടത്തിയിരുന്നു. അപ്പൊ അവരുടെ അവസ്ഥ ആലോചിച്ചൊക്കെ, ഒരു പശുവിനെ കൊണ്ടൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അസലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
പട്ടിണിയാണ് എന്നർത്ഥം. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവരെത്താൻ കാരണം അവർ ഈ ഒരു മൂഢവിശ്വാസമാണ്, ഒരു സംശയമില്ല, ഈ അന്ധവിശ്വാസമാണ്. ഏറെക്കാലമായിട്ട് അതിൽ മാത്രം വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ്. എന്തൊക്കെയായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപാരമായിട്ട് നല്ല കഷ്ടത്തിലാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും സുഹൃത്തുക്കളെ, ഒന്നുകൂടിയുണ്ട്. ബൈ.